ഞാൻ എപ്പോഴും സാധാരണക്കാരൻ്റെ കൂടെ ആയതുകൊണ്ട് സാധാരണക്കാരൻ്റെ വാഹനങ്ങളാണ് കൂടുതൽ പരിചയപ്പെടുന്നത്. ഇപ്രാവശ്യം വന്നിട്ടുള്ളത് രണ്ട് സാധാരണക്കാർക്ക് പറ്റിയുള്ള ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയുള്ള വാഹനങ്ങളാണ്. ഒന്ന് ഹ്യുണ്ടായിൻ്റെ പെട്രോൾ i20യും ഒന്ന് മാരുതിയുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള മാരുതിയുടെ വാഗണറിൽ സ്റ്റിംഗ്ര എന്ന ഒരു വാഹനവും. 2013 മോഡൽ നിൽക്കുന്ന വാഗണർ സ്റ്റിംഗ്ര VXi എന്ന വേരിയൻ്റാണ്. സ്റ്റിംഗ്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ഡിസൈൻ തന്നെ. ഈ ഒരു ഗ്ലാസ് ടൈപ്പിൽ നിൽക്കുന്ന ഈ ഒരു അറ്റം മുതൽ ആ അറ്റം വരെ പോകുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് സ്റ്റിംഗ്രേൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് സ്റ്റിംഗ്ര ആക്കി മാറ്റുന്നതും ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനാണ്. ബാക്കി എൻ്റെ ഏത് ഭാഗം നോക്കുകയാണെങ്കിലും ആ വാഗണറിനോട് 90% സാദൃശ്യം പുലർത്തുന്ന രീതിയിലാണ് ഡിസൈൻ പാറ്റേൺ പോയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് റൂഫ് റെയിലിൻ്റെ ഒരു കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചില ആളുകൾ അഡീഷണൽ ആക്സറീസ് ആയിട്ട് വെക്കാറുണ്ട്. കമ്പനി ഇതിനകത്ത് റൂഫ് റെയിൽ കൊടുത്തിട്ടില്ല. അതും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ക വാഗണറിനാവുമായിരുന്നു. 14 ഇഞ്ച് ടയേഴ്സാണ് ഈ VXi എന്ന വേരിയൻ്റ് കമ്പനി കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. 62 റാന്നി രജിസ്ട്രേഷൻ, പത്തനംതിട്ട റാന്നി രജിസ്ട്രേഷൻ നിൽക്കുന്ന 1 ലിറ്റർ വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് 1 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് ഒരു 16-17 വരെ നമുക്ക് ഒരു 15 ആവറേജ് എന്തായാലും നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് കൈയും കാലൊക്കെ നീട്ടി വെച്ച് പോകാൻ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് മാരുതി വാഗണർ അല്ലെങ്കിൽ സ്റ്റിംഗ്ര എന്ന വാഹനം. ഈ ഒരു വാഹനം നമുക്ക് 2,85,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഒരു 2.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. ഇനി i20 ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് 2014 മോഡലിൽ നിൽക്കുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സ്പോർട്സ് എന്ന പേരിൽ നിൽക്കുന്ന വാഹനമാണ്. സ്പോർട്സ് ആയതുകൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഡയലൈറ്റ് റണ്ണിംഗ് ലാമ്പ് വന്നിട്ടുണ്ട്, ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്, അലോയ് വീൽസ് വന്നിട്ടുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസും ABS എയർ ബാഗും, ബാക്കിലേക്കാണെങ്കിൽ ഡിഫോഗറും തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. 1.2 ലിറ്ററിൽ വരുന്ന എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 1.2 എഞ്ചിൻ ആയതുകൊണ്ട് പെട്രോൾ ഒരു 13-14 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന അത്യാവശ്യം നല്ല ഇന്റീരിയർ സ്പേസ് ഉള്ള ലോങ് ഡ്രൈവിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. കാര്യപ്പെട്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ബേസിക്കലി എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3,65,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ 2 പെട്രോൾ എഞ്ചിനിലേക്ക് സാധാരണക്കാർക്ക് പറ്റിയുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടുള്ള വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ ഒട്ടനവധി വാഹനങ്ങൾ വരെ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരെ മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് വെള്ളാട്ടുപറമ്പ് നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായി മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.